കുടിവെള്ളത്തിൽ അണുബാധയെന്ന സംശയം. കാക്കനാട് DLA ഫ്ളാറ്റിൽ 350 പേർ ചികിത്സ തേടി. 25 കുട്ടികൾക്കും രോഗബാധ. ആരോഗ്യവകുപ്പ് അധികൃതർ ജലസാമ്പിൾ ശേഖരിച്ചു. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എപ്പോഴാണ് ഇവിടെയുള്ളവർക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്? കൂടുതൽ പേർക്ക് ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ DLF ഫ്ലാറ്റ് എന്ന് പറയുന്ന ഏകദേശം 5000-ഓളം പേർ താമസിക്കുന്ന ഒരിടത്താണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ഈ 350-ലധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ ആരോഗ്യ വകുപ്പ് പറയുന്നത് ഈ ജലസാമ്പിൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഈക്കോളെ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റ് ടാങ്കറുകളിൽ ശുദ്ധീകരിച്ച വെള്ളം ടാങ്കറുകളിൽ കൊണ്ട് ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇതിൽ 25 കുട്ടികളോളം ഇതിൽ രോഗബാധ ഉണ്ടായിട്ടുണ്ട്, അണുബാധ ഉണ്ടായിട്ടുണ്ട്. നിരവധി ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിൽ ആദ്യമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഇവിടെ കൂടുതൽ പേർക്ക് കൂടി രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 350-ൽ കവിയാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ ക്ലോറിനേഷൻ അടക്കമുള്ള സംവിധാനങ്ങളാണ്, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആരോഗ്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ കോർപ്പറേഷന്റെ കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇവിടെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ എവിടെ നിന്നാണ് വന്നത് എന്നത് അറിയാനായിട്ടുള്ള പരിശോധനകളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതി നിലവിൽ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്രയധികം ആളുകൾക്ക് ഈ രോഗബാധ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. എന്തായാലും കൂടുതൽ നടപടികൾ ആരോഗ്യ വകുപ്പ് കൈക്കൊള്ളുന്നുണ്ട്. ഹരിത. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.